ചെങ്ങന്നൂരിൽ ജ്യേഷ്ഠനെ അനുജൻ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. ചെങ്ങന്നൂർ ചക്രപാണി ഊഴത്തിൽ പ്രസന്നനാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയായിരുന്നു പ്രസന്നനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരും ഒക്കെ തന്നെ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു. പ്രസന്നനും സഹോദരൻ പ്രസാദുമാണ് ഈ വീട്ടിൽ താമസമുള്ളത്. അങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസാദിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യൽ നിലവിലിപ്പോൾ പ്രസാദ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. അതായത് ഈ പ്രസന്നനും സഹോദരൻ പ്രസാദും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സ്വത്ത് തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. നേരത്തെ പ്രസാദിനെ ഈ കൊല്ലപ്പെട്ട പ്രസന്നൻ മർദ്ദിക്കുകയും കാല് തല്ലി ഒടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ പല സമയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. അതിനുശേഷം പ്രസന്നൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശേഷം പുലർച്ചയോടുകൂടിയാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. ഈ സമയത്ത് വീട്ടിലെത്തിയ ശേഷം ഉറങ്ങുന്ന സമയത്ത് പുറകിലൂടെ വന്ന് ഈ പ്രസാദ് സഹോദരനെ കഴുത്തിൽ കയറ് വെച്ച് കുരുക്കി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു സഹോദരൻ നേരത്തെ മരിച്ചിരുന്നു. ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും അതുകൂടി ഇപ്പോൾ പോലീസ് അന്വേഷിക്കും. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്.